ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ബയോളജിയിലെ അവസാനത്തെ ചാപ്റ്ററായ വർഗീകരണം എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ബയോളജി പാഠഭാഗം കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് കാണാത്തവർക്ക് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 6ാമത്തെ ചാപ്റ്റർ, 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എല്ലാവർക്കും അറിയാം, വർഗീകരണം എന്നതാണ്. അപ്പോൾ ഈ വർഗീകരണം എന്നതിൻ്റെ 1ാമത്തെ പാർട്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം 2ാമത്തെ പാർട്ട് കാണുക, അതാണ് ഉചിതം. അപ്പോൾ 2ാമത്തെ പാർട്ടിൽ ഇന്ന് നമ്മൾ 1ാമത്തെ പാർട്ടിൽ നമ്മൾ ജന്തുക്കളുടെ വർഗീകരണം കംപ്ലീറ്റ് ആക്കിയായിരുന്നു. 2ാമത്തെ പാർട്ടിൽ നമ്മൾ ആരംഭിക്കുന്നത് സസ്യങ്ങളുടെ വർഗീകരണത്തോടു കൂടിയാണ്. അപ്പോൾ സസ്യങ്ങളുടെ വർഗീകരണം, ജന്തുക്കളുടെ വിവിധ വിഭാഗങ്ങളിലായി വർഗീകരിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ശരീരഘടന, സംവഹന വ്യവസ്ഥ, വിത്ത് രൂപീകരണം എന്നിവയിലെ സാമ്യ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കിങ്ഡം പ്ലാന്റയെ വിവിധ ഡിവിഷനുകളായി വർഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ കിങ്ഡം പ്ലാന്റയുടെ ഡിവിഷനുകളാണ് ഈ തന്നിരിക്കുന്നവയൊക്കെ. അത് വിശദമായിട്ട് നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ അതിലൊന്നാമത്തേത് ആൽഗ. ഈ കിങ്ഡം പ്ലാന്റയുടെ ഡിവിഷനുകളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തേത് ആൽഗ, 2 ഏതാണ് ബ്രയോഫൈറ്റ, 3ാമത്തേത് ടെറിഡോഫൈറ്റ. അപ്പോൾ എന്താണ് ആൽഗ? ആൽഗയെക്കുറിച്ചാണ് ഇനി ഫസ്റ്റ് നമ്മൾ പറയുന്നത്. മിക്കവയുടെയും ആവാസം ജലമാണ്. നമുക്കറിയാം ആൽഗകൾ എന്ന് പറയുന്നത് ജലത്തിൽ ജീവിക്കുന്ന ജീവികളാണ് ആൽഗ എന്ന് പറയുന്നത്. അപ്പോൾ ഇവയുടെ മിക്കവയുടെയും ആവാസം എവിടെ തന്നെയാണ്? ജലം തന്നെയാണ്. താലസ് എന്ന വിശേഷിപ്പിക്കുന്ന ശരീരത്തിൽ ഉയർന്ന സസ്യങ്ങളുടേതുപോലുള്ള വേരോ ഇലയോ കാണ്ഡമോ കാണപ്പെടുന്നില്ല. അപ്പോൾ താലസ് എന്ന് വിശേഷിപ്പിക്കുന്ന ശരീരത്തിൽ ഇതിൻ്റെ നമ്മുടെ ഈ ആൽഗയുടെ ശരീരത്തെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? താലസ് എന്നാണ് പറയുന്നത്. അപ്പം താലസ് എന്നറിയപ്പെടുന്നത് ആരുടെ ശരീരത്തെയാണ്? നമ്മുടെ ആൽഗയുടെ ശരീരം അറിയപ്പെടുന്ന പേരാണ് താലസ്. അപ്പം താലസ് എന്ന് വിശേഷിപ്പിക്കുന്ന ശരീരത്തിൽ ഉയർന്ന സസ്യങ്ങളുടേതുപോലുള്ള വേരോ ഇലയോ കാണ്ഡമോ കാണപ്പെടുന്നില്ല. ലൈംഗികവും അലൈംഗികവുമായ പ്രത്യുൽപാദന രീതികൾ കാണപ്പെടുന്നു. അപ്പോൾ ആൽഗകളിൽ എന്തുണ്ട്? ലൈംഗികവും അലൈംഗികവുമായ പ്രത്യുൽപാദന രീതികളുള്ള ജീവികളാണ് ആരെന്ന് പറയുന്നത്? സസ്യങ്ങളാണ്. ആര്? ഈ ആൽഗ എന്ന് പറയുന്നത്. ഇനി സംവഹന കലകളില്ല. അപ്പോൾ ഈ ആൽഗയുടെ പ്രത്യേകതകളിലുള്ളതാണ് എന്താണ്? സംവഹന കലകളില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? ഈ ആൽഗയുടെ മിക്കവയുടെയും ആവാസം എവിടെയാണ്? ജലമാണ്. ഇനി ഇതിൻ്റെ ശരീരത്തിൽ താലസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വസ്തു ഉണ്ട്. അപ്പോൾ താലസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇതിൻ്റെ ശരീരത്തെ എന്താണ് വിശേഷിപ്പിക്കുന്നത്? താലസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവയുടെ ശരീരത്തിൽ എന്തില്ല? ഉയർന്ന സസ്യങ്ങളുടേതുപോലുള്ള വേരോ ഇലയോ കാണ്ഡമോ ഒന്നുമില്ല. പക്ഷേ ലൈംഗികവും അലൈംഗികവുമായ പ്രത്യുൽപാദന രീതി ആർക്കുണ്ട്? ആൽഗകൾക്കുണ്ട്. സംവഹന കലകളുണ്ടോ? ഇല്ല. അപ്പം ഇതൊക്കെയാണ് ആൽഗകളുടെ പ്രത്യേകതകൾ. ഇനി ഈ ആൽഗകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ സ്പൈറോഗൈറ, സർഗാസം എന്നിവ ആൽഗകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ സ്പൈറോഗൈറ അതുപോലെ സർഗാസം ഇവയൊക്കെ എന്താണ്? ആൽഗകളാണ്. സ്പൈറോഗൈറ, സർഗാസം. ഇനി 2ാമത്തേതിലേക്ക് നമ്മൾ വരുന്നു. ആരാ 2ാമത്തെ ആള്? ബ്രയോഫൈറ്റ. അപ്പോൾ ബ്രയോഫൈറ്റ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈർപ്പമുള്ള പ്രതലങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്നു. അപ്പോൾ ബ്രയോഫൈറ്റ കാണപ്പെടുന്നത് എവിടെയാണ്? ഈർപ്പമുള്ള പ്രതലങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. വേര്, കാണ്ഡം, ഇല എന്നിവ പോലുള്ള ഭാഗങ്ങൾ ഉണ്ട്. അപ്പോൾ വേരുണ്ട്, അതുപോലെ കാണ്ഡമുണ്ട്, ഇലയുമുണ്ട്. ആർക്ക്? ഈ ബ്രയോഫൈറ്റയ്ക്ക്. ഇനി പ്രത്യുൽപാദനം ഗമീറ്റുകളിലൂടെയും സ്പോറുകളിലൂടെയും
ആണ് നടക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യുൽപാദനമുണ്ട്. ഇതിലെ പ്രത്യുൽപാദനം എങ്ങനെ നടക്കുന്നു? ഗമീറ്റുകൾ. അപ്പോൾ പ്രത്യുൽപാദനം ഗമീറ്റുകളിലൂടെയും സ്പോറുകളിലൂടെയും നടക്കുന്നത് ആരിലാണ്? അത് ബ്രയോഫൈറ്റയിലാണ്. അപ്പോൾ ബ്രയോഫൈറ്റയിൽ പ്രത്യുൽപാദനം നടക്കുന്നത് എങ്ങനെയാണ്? ഗമീറ്റുകളിലൂടെയും സ്പോറുകളിലൂടെയുമാണ് ഇവിടെ പ്രത്യുൽപാദനം നടക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ ആൽഗകൾക്ക് ഇല്ലാത്തതുപോലെ തന്നെ എന്ത് സംവഹന കലകൾ ആർക്കുമില്ല? ഈ ബ്രയോഫൈറ്റയ്ക്കുമില്ല. ഇനി ബ്രയോഫൈറ്റയ്ക്ക് ഉദാഹരണം ചോദിച്ചാൽ റിക്സിയ, ഫ്യൂണേറിയ എന്നിവയാണ് ബ്രയോഫൈറ്റയ്ക്ക് ഉദാഹരണം. അപ്പം റിക്സിയ, ഫ്യൂണേറിയ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഇതിൽ ഓരോന്നും തന്നിട്ട് ഇത് ചിലപ്പോൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു, അതിൽ റിക്സിയ, സ്പൈറോഗൈറ, ഫ്യൂണേറിയ അങ്ങനെയൊക്കെ തരാം. അപ്പം നമ്മളിതെല്ലാം ഏത് വിഭാഗമാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ റിക്സിയയും ഫ്യൂണേറിയയും ഏതിൽ വരുന്നതാണ്? ബ്രയോഫൈറ്റയിൽ വരുന്നതാണ്. ഫൈറ്റ, ഫ്യൂണേറിയ. അതുപോലെ ബ്രയോഫൈറ്റയിൽ വരുന്ന റിക്സിയ, ഫ്യൂണേറിയ ഇതൊക്കെ ബ്രയോഫൈറ്റയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ ആളിൻ്റെ അടുത്തോട്ട് പോവുകയാണ്, ടെറിഡോഫൈറ്റ. അപ്പോൾ ആരാണ്? ടെറിഡോഫൈറ്റ. ഇതൊക്കെ നമ്മൾ ഈ കുളക്കടവിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ഒരു തരം സസ്യമാണ് ഈ കാണുന്ന സാധനം. അപ്പോൾ പ്രധാനമായും കരസസ്യങ്ങൾ ആണ് ഈ ടെറിഡോഫൈറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ടെറിഡോഫൈറ്റ എന്ന് പറഞ്ഞാൽ കരയിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ്, കരസസ്യങ്ങളാണ് ടെറിഡോഫൈറ്റ. ഈ വയലിൻ്റെ കരകളിലൊക്കെ കാണും. അപ്പോൾ കരസസ്യങ്ങളാണ് ടെറിഡോഫൈറ്റ. വേര്, കാണ്ഡം, ഇല എന്നിവ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്തുണ്ട്? ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ ഇവയ്ക്കൊക്കെ വേര്, കാണ്ഡം, ഇല ഇവയൊക്കെ ഉണ്ട്. പ്രത്യുൽപാദനം പ്രധാനമായും സ്പോറുകളിലൂടെ ലളിതഘടനയുള്ള സംവഹന കലകൾ കാണപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യുൽപാദനം എങ്ങനെയാ? സ്പോറുകളിലൂടെയാണ് നടക്കുന്നത്. സ്പോറുകളിലൂടെ പ്രത്യുൽപാദനം ചെയ്യുന്ന മറ്റൊരു ജീവിയെ നമ്മൾ പഠിച്ചു. മറ്റൊരു സസ്യം പഠിച്ചു, ബ്രയോഫൈറ്റ. സ്പോറുകളിലൂടെയും പിന്നെ എന്തിലൂടെയുമാണ്? ഗമീറ്റുകളിലൂടെയും ആണ് ബ്രയോഫൈറ്റ എങ്കിൽ സ്പോറുകളിലൂടെ മാത്രമാണ് എവിടെ പ്രത്യുൽപാദനം നടക്കുന്നത്? ടെറിഡോഫൈറ്റയിൽ പ്രത്യുൽപാദനം നടക്കുന്നത്. ഏതിലൂടെയാ? നമ്മുടെ സ്പോറുകളിലൂടെയാണ്. ഇനി ആൽഗകൾക്കും ബ്രയോഫൈറ്റയ്ക്കും സംവഹന കലകളില്ല എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ലളിതഘടനയുള്ള സംവഹന കലകൾ എവിടെ കാണപ്പെടുന്നു? ആരിൽ കാണപ്പെടുന്നു? ടെറിഡോഫൈറ്റയിൽ കാണപ്പെടുന്നു. ലളിതഘടനയുള്ള സംവഹന കലകൾ ഉള്ളതാണ് ടെറിഡോഫൈറ്റകൾ. ഇനി ടെറിഡോഫൈറ്റയ്ക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾക്ക് ആരെയൊക്കെ പറയാം? ലൈക്കോപോഡിയം, അതുപോലെ ടെറിസ്, ലൈക്കോപോഡിയം എന്നിവ ടെറിഡോഫൈറ്റയ്ക്ക് ഉദാഹരണമാണ്. ടെറിഡോഫൈറ്റ അതിൽ തന്നെ എന്തുണ്ട്? ടെറിസ്. അപ്പം ടെറിസ് നമുക്ക് കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ടെറിസ് ടെറിഡോഫൈറ്റയ്ക്ക് ഉദാഹരണമാണെന്ന് കിട്ടും. അതുപോലെ തന്നെ ഏതാണ്? ലൈക്കോപോഡിയം ഇതും ഏതിൽ വരുന്നതാണ്? ടെറിഡോഫൈറ്റയിൽ വരുന്നതാണ്. അപ്പോൾ ടെറിഡോഫൈറ്റയ്ക്ക് ഉദാഹരണം ചോദിച്ചാൽ ഏതൊക്കെ പറയാം? ലൈക്കോപോഡിയവും അതുപോലെ ടെറിസും ഉദാഹരണമാണ്. ഇനി അടുത്ത് വരുന്നതാണ് ഏത്? ജിംനോസ്പേംസ് ആണ്. അതുപോലെ ആൻജിയോസ്പേംസ് ഉണ്ട്, ജിംനോസ്പേംസും ഉണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ജിംനോസ്പേംസിലോട്ട് പോയാൽ കോണുകൾ എന്ന് അറിയപ്പെടുന്ന പ്രത്യുൽപാദന ഭാഗങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ സ്പേംസിൻ്റെ പ്രത്യേകത എന്താണ്? കോണുകൾ എന്നറിയപ്പെടുന്ന പ്രത്യുൽപാദന ഭാഗങ്ങൾ കാണപ്പെടുന്ന സസ്യവിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാ? അത് ജിംനോസ്പേംസ് ആണ്. ജിംനോസ്പേംസിനാണ് എന്തുള്ളത്? കോണുകൾ എന്നറിയപ്പെടുന്ന പ്രത്യുൽപാദന ഭാഗങ്ങൾ കാണപ്പെടുന്നു. വിത്തുകൾ രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെന്തുണ്ട്? വിത്തുകൾ രൂപപ്പെട്ടിരിക്കുന്നു. ആർക്ക്? ജിംനോസ്പേംസിന്. അതുപോലെ അവയെ പൊതിഞ്ഞ് ഫലങ്ങളില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വിത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവയെ പൊതിഞ്ഞ് എന്തില്ല? ഫലങ്ങളില്ല. അതാണ് ജിംനോസ്പേംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വിത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതിനെ പൊതിഞ്ഞ് ഫലങ്ങൾ ഇല്ല. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, വിത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെ പൊതിഞ്ഞ് ഫലങ്ങളില്ലാത്ത സസ്യത്തിന് ഉദാഹരണം ചോദിക്കാം. അങ്ങനെയും ചോദിക്കാം. അപ്പോൾ കോണുകൾ എന്നറിയപ്പെടുന്ന പ്രത്യുൽപാദന ഭാഗങ്ങൾ കാണപ്പെടുന്നത് ആർക്കാണ്? ജിംനോസ്പേംസിനാണ്. ജിംനോസ്പേംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിത്തുകൾ രൂപപ്പെട്ടിട്ടെങ്കിലും അവയെ പൊതിഞ്ഞ് ഫലങ്ങളില്ല. സങ്കീർണ സംവഹന കലകൾ കാണപ്പെടുന്നുണ്ടെങ്കിലും
സൈലം വെസലുകൾ കാണപ്പെടുന്നില്ല. അപ്പോൾ സങ്കീർണ സംവഹന കലകൾ എവിടെ ആരിൽ കാണപ്പെടുന്നു? സ്പേംസിൽ കാണപ്പെടുന്നു. അപ്പോൾ ഈ ജിമ്മിലൊക്കെ പോണവർക്ക് നല്ല സങ്കീർണമായിട്ടുള്ള നല്ല കട്ടിയുള്ള മസിലുകളല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ആലോചിച്ചാൽ മതി. സങ്കീർണ സംവഹന കലകൾ ആർക്കുണ്ട്? നമ്മുടെ ആർക്കാണ്? ഈ ജിംനോസ്പേംസിനുണ്ട്. സങ്കീർണ സംവഹന കലകൾ കാണപ്പെടുന്നുണ്ടെങ്കിലും സൈലം വെസലുകൾ കാണപ്പെടുന്നില്ല. അപ്പം സൈലം വെസലുകൾ ആർക്കില്ല? നമ്മുടെ ജിംനോസ്പേംസിനില്ല. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും അടുത്ത ചോദ്യം വരാം. സങ്കീർണ സംവഹന കലകൾ കാണപ്പെടുന്നുണ്ടെങ്കിലും സൈലം വെസലുകൾ കാണപ്പെടുന്നില്ല. ഏത് സസ്യവിഭാഗത്തിന്? അല്ലെങ്കിൽ സൈലം വെസലുകൾ കാണപ്പെടാത്ത സസ്യവിഭാഗം താഴെ തന്നിരിക്കുന്നതിൽ ഏത്? അപ്പം അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. ജിംനോസ്പേംസ് ആണ്. ഇനി ജിംനോസ്പേംസിന് ഉദാഹരണം നോക്കുക. ഏതൊക്കെയാ? സൈക്കസ്, പൈന് എന്നിവ ജിംനോസ്പേംസിന് ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? സൈക്കസ്, പൈൻ. ഈ പൈൻ മരങ്ങൾ അതുപോലെ സൈക്കസ് എന്നിവ ഏതിന് ഉദാഹരണമാണ്? ജിംനോസ്പേംസിന് ഉദാഹരണമാണ്. സൈക്കസും പൈനും. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ആൻജിയോസ്പേംസ് ആണ്. ആൻജിയോസ്പേംസ്. അപ്പോൾ ആൻജിയോസ്പേംസ് എന്ന് പറയുമ്പോൾ പൂക്കളിലാണ് പ്രത്യുൽപാദന ഭാഗങ്ങൾ ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? ജിംനോസ്പേംസിൽ നമ്മൾ കോണുകളിലാണ് പ്രത്യുൽപാദന അവയവം എന്ന് പറഞ്ഞു അല്ലേ. കോണുകൾ എന്നറിയപ്പെടുന്ന പ്രത്യുൽപാദന അവയവമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ജിംനോസ്പേംസിന്. പക്ഷെ ആൻജിയോസ്പേംസിൽ വരുമ്പോൾ എന്താണ്? പൂക്കളിലാണ് പ്രത്യുൽപാദന ഭാഗങ്ങളുള്ളത്. അപ്പോൾ പൂക്കളിൽ പ്രത്യുൽപാദന ഭാഗങ്ങളുള്ള സസ്യങ്ങളാണ് അല്ലെങ്കിൽ സസ്യവിഭാഗമാണ് ഏത്? ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. ഇനി വിത്തുകളെ പൊതിഞ്ഞ് ഫലങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? വിത്തുകളെ പൊതിഞ്ഞ് ഫലങ്ങൾ കാണപ്പെടുന്നു ആൻജിയോസ്പേംസിൽ. പക്ഷേ ജിംനോസ്പേംസിൽ എന്തില്ല? വിത്തുകളെ പൊതിഞ്ഞ് ഫലങ്ങൾ രൂപപ്പെടുന്നില്ല. ഇനി എന്താ പറഞ്ഞത് നമ്മൾ? സങ്കീർണ സംവഹന കലകൾ കാണപ്പെടുന്നു. അത് എവിടെയും കാണപ്പെടുന്നു. രണ്ട് സ്പേംസിലും കാണപ്പെടുന്നു. ജിംനോസ്പേംസിലും ആൻജിയോസ്പേംസിലും സങ്കീർണ സംവഹന കലകൾ കാണപ്പെടുന്നുണ്ട്. പക്ഷേ സൈലം വെസലുകൾ എവിടെ ഇല്ല? ജിംനോസ്പേംസിലില്ല. പക്ഷേ എവിടെയുണ്ട്? ആൻജിയോസ്പേംസിൽ എന്തുണ്ട്? സൈലം വെസലുകളും ട്രക്കീഡുകളും ഉണ്ട്. അത് പ്രത്യേകതയാണ്. സൈലം വെസലുകളും ട്രക്കീഡുകളും എവിടെ കാണപ്പെടുന്നു? ആൻജിയോസ്പേംസിൽ കാണപ്പെടുന്നു. ഇനി ആൻജിയോസ്പേംസിന് ഉദാഹരണം ഏതൊക്കെയാണ്? ചെമ്പരത്തി, മാവ്, തെങ്ങ്. ഇതൊക്കെ എന്തിനുദാഹരണമാണ്? നമ്മുടെ ആൻജിയോസ്പേംസിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. കിങ്ഡം പ്ലാന്റയിലെ വിവിധ ഡിവിഷനുകൾ ഏതൊക്കെയാണ്? കിങ്ഡം പ്ലാന്റയിലെ ഡിവിഷനുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഏതൊക്കെയാണ് പഠിച്ചത്? ആൽഗെ പഠിച്ചു, ബ്രയോഫൈറ്റ പഠിച്ചു, ടെറിഡോഫൈറ്റ പഠിച്ചു, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് എന്നിവയാണ് നമ്മുടെ കിങ്ഡം പ്ലാന്റയിലെ വിവിധ ഡിവിഷനുകൾ എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഇവയുടെ പ്രത്യുൽപാദനത്തിലെ സവിശേഷതകളും നമ്മൾ പറഞ്ഞു. അതുപോലെ സംവഹന കലകളുടെ സാന്നിധ്യമുണ്ടോ ഇല്ലയോ എന്നും പറഞ്ഞു. അത് തരംതിരിച്ച് പഠിക്കുക. ഇനി നമ്മൾ പറയുന്നത് വർഗീകരണത്തിലെ വ്യത്യാസത്തെക്കുറിച്ചാണ്. ആദ്യകാലങ്ങളിൽ കിങ്ഡം പ്ലാന്റയെ താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് എന്നിങ്ങനെ 5 ഡിവിഷനുകളായി തരംതിരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യകാലങ്ങളിൽ കിങ്ഡം പ്ലാന്റയെ എത്രയായിട്ട് തരംതിരിച്ചിരുന്നു? 5 ആയിട്ട് തരംതിരിച്ചിരുന്നു. അത് ഏതൊക്കെയാണ് 5 എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ. അപ്പം 3 ഫൈറ്റകളുണ്ട്. താലോ, ബ്രയോ, ടെറിഡോ. താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ. അപ്പം താലോ, ബ്രയോ, ടെറിഡോ. പിന്നെ അടുത്തെന്താണ്? ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. ഇങ്ങനെ 5 വർഗീകരണ ഘട്ടങ്ങളാണ് ആദ്യകാലത്ത് ആർക്കുണ്ടായിരുന്നത്? കിങ്ഡം പ്ലാന്റയ്ക്കുണ്ടായിരുന്നത്. ഇനി താലോഫൈറ്റയിൽ ആൽഗകളും ഫംഗസുകളും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആൽഗകളും ഫംഗസുകളും ഉള്ളത് എവിടെയാ? താലോഫൈറ്റയിലാണ് ആൽഗകളും ഫംഗസുകളും ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് വന്ന വർഗീകരണ രീതികളിൽ ഫംഗസുകളെ അവയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഫഞ്ചൈ, കുമ്മിളുകൾ നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ജന്തുക്കളുടെ വർഗീകരണത്തിൽ നമ്മൾ ഫഞ്ചൈയെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ കുമ്മിളുകളെ കുറിച്ച് പറഞ്ഞു, ഫംഗസുകൾ. അപ്പോൾ ഈ ഫഞ്ചൈ ഏതിൽ ഉൾപ്പെടുത്തി? ഇതിനെ പിന്നീട് എന്ത് ചെയ്തു? ഫംഗസുകളെ അവയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി. പുതിയ വർഗീകരണ രീതികളിൽ പലതിലും ചില ആൽഗകളെ
കിങ്ഡം പ്രോട്ടിസ്റ്റയിലും ഉൾപ്പെടുത്തി കാണുന്നുണ്ട്. ഇനി ചില പ്രത്യേക പുതിയ വർഗീകരണ രീതിയിൽ എന്താണ് പലതിലും ചില ആൽഗകളെ എന്ത് ചെയ്തു കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തി കാണുന്നുണ്ട്. സസ്യങ്ങളുമായി ധാരാളം സവിശേഷതകൾ പങ്കിടുന്ന ആൽഗകളെ കിങ്ഡം പ്ലാന്റയിൽ തന്നെ ഉൾപ്പെടുത്തിയും വർഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സസ്യങ്ങൾ ആൽഗ എന്ന് പറയുന്ന ഒരു സസ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കിങ്ഡം പ്ലാന്റയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഈ വർഗീകരണത്തിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി സസ്യങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചതെങ്കിൽ ഓരോ തലത്തിലും ഉൾപ്പെടുന്ന കൂടുതൽ സസ്യങ്ങളെ കണ്ടെത്തി പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്കുള്ള വർക്കാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പേരിനുള്ളിലെ പെരുമ. അപ്പോൾ എന്താണ് ഈ പേരിനുള്ളിലെ പെരുമ എന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ജീവികളുടെ ശാസ്ത്രീയ നാമങ്ങളിലും ചില പ്രത്യേകതകളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ സാന്ദ്രാകോട്ടസ് വിജയകുമാരി. അപ്പോൾ സാന്ദ്രാകോട്ടസ് വിജയകുമാരി നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ ഒരു പുതിയ ഇനം വണ്ടാണ്. ആര്? നമ്മൾ വിചാരിക്കും സാന്ദ്രാകോട്ടസ് വിജയകുമാരി ഏതോ ആളുടെ പേര് എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലേ? കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നത്തില്ലേ? ഏതോ ഒരു വിജയകുമാരിയുടെ പേര്. അപ്പോൾ സാന്ദ്രാകോട്ടസ് വിജയകുമാരി ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സാന്ദ്രാകോട്ടസ് വിജയകുമാരി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ പുതിയ ഇനം വണ്ട് ആണ്. ഇതാണ് ഈ ബഗ്. അപ്പോൾ ഈ വണ്ടാണ് എന്ത് നമ്മുടെ സാന്ദ്രാകോട്ടസ് വിജയകുമാരി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ എവിടെയാണ് കണ്ടെത്തിയത്? നമ്മുടെ നെല്ലിയാമ്പതിയിൽ കണ്ടെത്തിയ പുതിയ ഇനം വണ്ടിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ സാന്ദ്രാകോട്ടസ് വിജയകുമാരിയാണ്. ഇനി അതുപോലെ തന്നെ ലിറ്റ്സിയ വാഗമോണിക്ക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലിറ്റ്സിയ വാഗമോണിക്ക വാഗമണിൽ കണ്ടെത്തിയ കുറ്റിപ്പാണൽ വിഭാഗത്തിൽപ്പെട്ട ഒരു പുതിയ സസ്യമാണ് ലിറ്റ്സിയ വാഗമാണിക്ക. നമ്മുടെ ഇടുക്കിയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഓർക്കുക, ചിലപ്പോൾ വാഗമണിൽ നിന്നായിരിക്കത്തില്ല ചോദിക്കുന്നത്, ഇടുക്കിയിൽ നിന്ന് കണ്ടെത്തിയ കുറ്റിപ്പാണൽ വിഭാഗത്തിൽപ്പെട്ട പുതിയ സസ്യം ഏത് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ലിറ്റ്സിയ വാഗമോണിക്ക എന്നതാണ് അതിൻ്റെ പേര്. വാഗമണിൽ നിന്ന് കണ്ടെത്തി, അതുകൊണ്ടാണ് വാഗമോണിക്ക. വാഗമൺ ഇടുക്കിയിലാണ് എന്ന് കൂടി ഓർക്കുക. അടുത്ത നമ്മൾ പറയുന്നത് ബ്രൂസത്തോവ ഇസ്രോ. അപ്പോൾ ബ്രൂസത്തോവ ഇസ്രോ ആരായി? ബ്രൂസത്തോവ ഇസ്രോ നമ്മുടെ കൊല്ലം കടൽ തീരത്ത് മത്സ്യങ്ങളിൽ കണ്ടെത്തിയ ഒരിനം പരാത ജീവിയാണ് ഈ പറഞ്ഞ എന്താണ് ബ്രൂസത്തോവ ഇസ്രോ എന്ന് പറയുന്നത്. ഇതിന് ഇസ്രോ എന്ന പേര് ISRO, നമ്മുടെ ISROയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ISRO എന്ന് പേര് വരാൻ കാരണം തന്നെ എന്താണ്? നമ്മുടെ ISRO ആണ് ഇത് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ബ്രൂസത്തോവ ഇസ്രോ എന്ന് പറയുന്നത് കൊല്ലം കടൽ തീരത്ത് മത്സ്യങ്ങളിൽ കണ്ടെത്തിയ ഒരിനം പരാതജീവിയാണ്. മത്സ്യങ്ങളിൽ കണ്ടെത്തിയ പരാതജീവി. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്തരത്തിൽ ജീവികളെ പുതുതായി കണ്ടെത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജീവികളെയൊക്കെ നമ്മൾക്ക് എക്സാമുകൾക്ക് ചോദിക്കാം. ഇനി ഒരു പുതിയ ജീവിയെ കണ്ടെത്തിയാൽ എന്താ ചെയ്യുന്നതെന്നാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു ജീവിയുടെ സവിശേഷതകൾ പരിശോധിച്ച് അറിയപ്പെടുന്ന മറ്റ് സ്പീഷീസുകളുമായി താരതമ്യം ചെയ്താണ് അതിനെ തരംതിരിക്കുന്നത്. ഇതിൽ ബാഹ്യപ്രകൃതി, ശരീരഘടനയിലെ സവിശേഷതകൾ, ജൈവ കണികകൾ എന്നിവ ഉൾപ്പെടും. അപ്പോൾ നമ്മളൊരു ജീവിയെ കണ്ടെത്തിയാൽ അതിൻ്റെ സവിശേഷതകളൊക്കെ പരിശോധിച്ചു അറിയപ്പെടുന്ന മറ്റ് സ്പീഷീസുകളുമായി താരതമ്യം ചെയ്ത് അവയെന്ത് ചെയ്യുന്നു? തരംതിരിക്കുന്നു. ഇതിൻ്റെ എന്തൊക്കെയാണ് നോക്കുന്നത്? ബാഹ്യപ്രകൃതി, ശരീരഘടനയിലെ സവിശേഷതകൾ, ജൈവ കണികകൾ എന്നിവ ഉൾപ്പെടുന്നു. ജീവിയുടെ DNA മറ്റ് സ്പീഷീസുകളിൽ നിന്നുള്ള DNA താരതമ്യപ്പെടുത്തിയുള്ള വിശകലനവും നിർണായകമാണ്. ഗണ്യമായ ജനിതക വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ ജീവി ഒരു പുതിയ സ്പീഷീസിൽ പെട്ടതാണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ജനിതക വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ജീവി ഒരു പുതിയ സ്പീഷീസ് ആണെന്ന് കണ്ടെത്തുന്നത്. ഈ കണ്ടെത്തൽ അന്തർദേശീയ ശാസ്ത്ര ജേണലിൽ എന്ത് ചെയ്യുന്നു? പ്രസിദ്ധീകരിക്കുകയും ശാസ്ത്ര സമൂഹത്തിനും പൊതുജനങ്ങൾക്കും ലഭ്യമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെ കണ്ടെത്തിയാൽ എന്ത് ചെയ്യണം? അന്തർദേശീയ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കുകയും അത്
ശാസ്ത്ര സമൂഹത്തിനും പൊതുജനങ്ങൾക്കും ലഭ്യമാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളൊരു പുതിയ ജീവിയെ കണ്ടെത്തിയാൽ അതിന് പേരൊക്കെ കൊടുത്തു, അതിന് പുതിയ ശാസ്ത്ര ജേണലിൽ, അന്തർദേശീയ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിക്കും. അതുപോലെ ശാസ്ത്ര സമൂഹത്തിനും പൊതുസമൂഹത്തിനുമായിട്ടൊക്കെ അതിന് എന്ത് ചെയ്യും, ലഭ്യമാക്കും. അപ്പോൾ ഇനി ഇവിടെ ഒരു കുട്ടിയുടെ സംശയം പറഞ്ഞിരിക്കുന്നു, ഈ വർഗീകരണ രീതികളിൽ ഒന്നും വൈറസുകളെ കണ്ടില്ലല്ലോ. അപ്പം അതാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഇവിടെ എന്താണ്, വൈറസുകളാണ്. എന്താണ്, ക്ലാപ്സിഡ് ജനിതക വസ്തു. അപ്പം ക്ലാപ്സിഡ് എന്ന് പറയുന്നത് ഒരു പുതിയ തരം വൈറസ് ആണ്. അപ്പം വൈറസുകളും വർഗീകരണവും എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കിയിട്ട് അതിലോട്ട് പോകാം. 6 കിങ്ഡം വർഗീകരണത്തിൽ എവിടെയും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവയാണ് വൈറസുകൾ. അപ്പോൾ ഈ 6 കിങ്ഡം വർഗീകരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ 6 കിങ്ഡം വർഗീകരണത്തിൽ എന്തിനെ നമ്മൾ കണ്ടില്ല? ബാക്ടീരിയ നമ്മൾ കണ്ടു, പക്ഷെ വൈറസുകളെ നമ്മൾ കണ്ടില്ല. എന്നാൽ അവയുടെ ഘടന, വിഘടന രീതികൾ, ജീനുകൾ എന്നിവ പരിഗണിച്ചുകൊണ്ട് വൈറോളജിസ്റ്റുകളും ടാക്സോണമിസ്റ്റുകളും വൈറസുകളെ തരംതിരിച്ച് അവയ്ക്കായി മാത്രമുള്ള ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിവയായി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഈ വൈറസുകളെ മാത്രം തരംതിരിച്ചുകൊണ്ട് അവയ്ക്ക് മാത്രമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവയെ തരംതിരിച്ച് എടുത്തിട്ടുണ്ട്. അവയെ എങ്ങനെയാണ്, അവയെ ഒരു പുതിയ ഫാമിലി, അതുപോലെ ജീനസ്, സ്പീഷീസ് എന്നിവയായി തരംതിരിച്ചിട്ടുണ്ട്. വൈറസുകളുടെ ഇത്തരം വർഗീകരണം അവയുടെ സ്വഭാവം, പരിണാമം, വികാസം തുടങ്ങിയവ പഠനവിധേയമാക്കാനും വൈറസ് രോഗങ്ങളെ തുരത്താനുമുള്ള മാർഗങ്ങൾ വികസിപ്പിക്കാനും ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. ഇനി കോശദ്രവ്യം, കോശാംഗങ്ങൾ, മർമ്മം എന്നിവയില്ലാത്ത സൂക്ഷ്മഘടനയാണ് വൈറസുകൾക്കുള്ളത്. അപ്പോൾ വൈറസുകളുടെ പ്രത്യേകതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വൈറസുകളുടെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് എന്തൊക്കെ ഇല്ല? കോശദ്രവ്യമില്ല, കോശാംഗങ്ങളില്ല, മർമ്മം, ഇവയൊന്നും ആർക്കില്ല? നമ്മുടെ വൈറസുകൾക്കില്ല. അങ്ങനെയുള്ള സൂക്ഷ്മഘടനയാണ് ആർക്കുള്ളത്? അപ്പോൾ കോശദ്രവ്യം, കോശാംഗങ്ങൾ, മർമ്മം എന്നിവയില്ലാത്ത സൂക്ഷ്മഘടനയാണ് ആർക്കുള്ളത്? വൈറസുകൾക്കുള്ളത്. ക്യാപ്സിഡ് എന്ന് വിളിക്കുന്ന ഒരു ബാഹ്യ പ്രോട്ടീൻ കവചത്തിനുള്ളിൽ ജനിതക വസ്തുക്കൾ, അതായത് DNA അല്ലെങ്കിൽ RNA കാണപ്പെടുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ്? വൈറസുകൾ എന്ന് പറയുമ്പം ക്യാപ്സിഡ് എന്ന് വിളിക്കുന്ന ഒരു ബാഹ്യ പ്രോട്ടീൻ കവചത്തിനുള്ളിലാണ്. അപ്പോൾ അവിടെയും നമുക്കൊരു ചോദ്യം ഉണ്ടായി. ജനിതക വസ്തുക്കളായ DNA അല്ലെങ്കിൽ RNA എവിടെ കാണപ്പെടുന്നു? നമ്മുടെ ഈ വൈറസിൽ കാണപ്പെടുന്നു. അപ്പോൾ ക്യാപ്സിഡ് എന്ന് വിളിക്കുന്ന ഒരു ബാഹ്യ പ്രോട്ടീൻ കവചത്തിനുള്ളിലാണ് ഈ ജനിതക വസ്തുക്കൾ കാണപ്പെടുന്നത്. അപ്പോൾ വൈറസ് എന്ന് പറയുന്ന എന്താണ്, അല്ലെങ്കിൽ ക്യാപ്സിഡ് എന്ന് വിളിക്കുന്ന ഒരു ബാഹ്യ പ്രോട്ടീൻ കവചത്തിനുള്ളിൽ, അപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കാം, വൈറസുകൾ ഏത് ബാഹ്യ പ്രോട്ടീൻ കവചത്തിനുള്ളിലാണ് ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് ബാഹ്യ പ്രോട്ടീൻ കവചത്തിനുള്ളിലാണ് ഈ ജനിതക വസ്തുക്കൾ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്? ക്യാപ്സിഡ് എന്ന് വിളിക്കുന്ന ഒരു ബാഹ്യ പ്രോട്ടീൻ കവചത്തിനുള്ളിലാണ് ആരുള്ളത്? വൈറസുകൾ കാണപ്പെടുന്നത്. സസ്യങ്ങളും ജന്തുക്കളും ബാക്ടീരിയകളും ആർക്കിയകളും അടക്കമുള്ള വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ ഇവ ബാധിക്കുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് നമ്മുടെ സസ്യങ്ങൾ, ജന്തുക്കൾ, അതുപോലെ ബാക്ടീരിയകൾ, ആർക്കിയകൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു 3 ഡൊമൈൻ ബാക്ടീരിയ, 3 ഡൊമൈൻ കിങ്ഡം പഠിച്ചല്ലോ. 3 ഡൊമൈനിൽ പഠിച്ചപ്പോൾ അതിൽ ബാക്ടീരിയ പറഞ്ഞു, ആർക്കിയ പറഞ്ഞു, അതുപോലെ നമ്മൾ ഡൊമൈനൊക്കെ പറഞ്ഞു, യൂക്കാരിയൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ എന്താണ്, സസ്യങ്ങളും ജന്തുക്കളും ബാക്ടീരിയകളും ആർക്കിയകളും അടക്കമുള്ള വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ ബാധിക്കുന്നതാണ് ഈ വൈറസുകൾ എന്ന് പറയുന്നത്. പ്രത്യുൽപാദനം നടത്താനും പരിസ്ഥിതിയോട് പ്രതികരിക്കാനും വളരാനും ഉപാപചയ പ്രക്രിയകൾ നടത്താനുമുള്ള കഴിവുള്ളവയെയാണ് വർഗീകരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വൈറസുകളിൽ തന്നെ വർഗീകരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇവയിൽ പ്രത്യുൽപാദനം നടത്താനും പരിസ്ഥിതിയോട് പ്രതികരിക്കാനും വളരാനും ഉപാപചയ പ്രക്രിയകൾ നടത്താനുമുള്ള കഴിവുള്ളവയെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? വർഗീകരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൈറസുകൾക്ക് ഒരു ആതിഥേയ കോശത്തിൻ്റെ സഹായമില്ലാതെ പെരുകാനാവില്ല. അപ്പോൾ വൈറസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ആതിഥേയ കോശമുണ്ടെങ്കിൽ മാത്രമേ, ഈ വൈറസിന് കയറിയിരിക്കാൻ ഒരു ഇരിപ്പിടം വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വൈറസ് എന്ത് ചെയ്യത്തുള്ളൂ? പെരുകത്തുള്ളൂ, അവിടെ പെരുകാൻ കഴിയുള്ളൂ. അപ്പം
അപ്പം ഇങ്ങനെ ഒരു ആതിഥേയ കോശമില്ല എങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഈ വൈറസിന് പെരുകാൻ കഴിയില്ല. ഏതെങ്കിലും ജീവകോശത്തിന് പുറത്ത് ഇവ നിർജീവമാണ്. അപ്പം ജീവകോശമില്ലെങ്കിൽ അതിന് പുറത്ത് എന്താണ്, ഈ വൈറസുകൾ നിർജീവമാണ്. ഇത്തരത്തിലുള്ള സവിശേഷ സ്വഭാവങ്ങൾ കൊണ്ട് നിലവിലും 6 കിങ്ഡം വർഗീകരണത്തിലെ ഒരു വിഭാഗത്തിലും ഇവയെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാണ് ആര്, നമ്മുടെ വൈറസുകൾ. അതുകൊണ്ട് തന്നെ ഇവയെ എന്ത് ചെയ്തിട്ടില്ല, നിലവിലുള്ള വർഗീകരണത്തിലും അതുപോലെ 6 കിങ്ഡം വർഗീകരണത്തിലും ഒന്നും ആരെ ഉൾപ്പെടുത്തിയിട്ടില്ല, വൈറസുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് വൈറസുകൾ എന്ന് പറയുന്നത്. ഇനി വർഗീകരണ രീതികളൊന്നും പൂർണ്ണമല്ല എന്ന് വ്യക്തമായി. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, ഒരു പുതിയ സസ്യത്തെ അല്ലെങ്കിൽ ജന്തുവിനെ കണ്ടെത്തുന്നു, അത് മറ്റതിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നു, അതുപോലെ അതിൻ്റെ DNA അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ശാസ്ത്ര വിഭാഗം കണ്ടെത്തുന്നത്, അതായത് ശാസ്ത്രീയമായിട്ട് വർഗീകരണം കണ്ടെത്തുന്നതെന്ന് പറയുന്നത്. ഇനി വർഗീകരണത്തിലെ ആധുനിക സങ്കേതങ്ങളെക്കുറിച്ച് നൽകിയിട്ടുള്ള വിശകലനമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പറയുന്നതാണ് എവല്യൂഷണറി ട്രീ എന്ന് പറയുന്നത്. അതായത് എന്ത്, പരിണാമവൃക്ഷത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. പരിണാമവൃക്ഷം ഭൂമിയിലെ ജൈവവൈവിധ്യം പരിണാമ പ്രക്രിയകളുടെ ഫലമായാണ് രൂപപ്പെട്ടത്. വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള പരിണാമ ബന്ധത്തെ ഒരു വൃക്ഷത്തിലെ ശാഖകളായി ചിത്രീകരിക്കാം. അപ്പം നമുക്കറിയാം, ഇങ്ങനെ നമ്മൾ ഒരു വൃക്ഷത്തിൻ്റെ ശാഖകൾ, അപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ ശാഖകൾ വരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ വൃക്ഷത്തിലെ ശാഖകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പരിണാമ ബന്ധത്തെ എന്ത് ചെയ്യുന്നത്, ചിത്രീകരിക്കുന്നത്. ഇങ്ങനെ ചിത്രീകരിക്കുന്നതാണ് പരിണാമവൃക്ഷം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് പരിണാമവൃക്ഷം എന്ന് ചോദിച്ചാൽ എന്ത് പറയാം, ഭൂമിയിലെ ജൈവ വൈവിധ്യത്തെ എന്താണ്, പരിണാമ പ്രക്രിയകളുടെ ഫലമായി വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള പരിണാമ ബന്ധത്തെ ഒരു വൃക്ഷത്തിലെ ശാഖകളായി ചിത്രീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പരിണാമവൃക്ഷം എന്ന് പറയുന്നത്. ഇവിടെ ശാഖകൾ രൂപപ്പെടുന്ന ഇടം പൂർവ്വജീവികളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ശാഖകൾ രൂപീകരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അത് എന്താണ്, പൂർവ്വജീവികളാണ് സൂചിപ്പിക്കുന്നത്. പരിണാമ ബന്ധങ്ങൾ ചിത്രീകരിക്കുന്നതിലൂടെ വർഗീകരണം കൂടുതൽ കൃത്യമായി തീരുന്നു. ഇപ്പോൾ പരിണാമ ബന്ധങ്ങൾ ചിത്രീകരിക്കുന്നതിലൂടെ വർഗീകരണം കൂടുതൽ കൃത്യമായി തീരുന്നു. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ വർഗീകരണ പഠനത്തിൽ പരിണാമവൃക്ഷം നിർണായക പങ്ക് വഹിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഏതാണ്, ഈ വർഗീകരണ പഠനത്തിൽ ആരാണ്, പരിണാമവൃക്ഷം നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ഇനി എങ്ങനെയാണ് പരിണാമവൃക്ഷം ചിത്രീകരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലങ് ഫിഷ്, പല്ലി, നായ, മനുഷ്യൻ എന്നീ ജീവികളിലെ 4 സവിശേഷതകൾ ഉൾപ്പെടുത്തിയ ഒരു പട്ടിക താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ അവയെ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ജീവികൾ ഏതൊക്കെയെന്ന് തന്നിട്ടുണ്ട്. ഇനി തലയോടുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മുൻകാലുകളുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രോമങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മുലയൂട്ടലുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ലങ് ഫിഷ് ആദ്യം നമ്മൾ എടുക്കുന്നത് ലങ് ഫിഷാണ്. ഈ ലങ് ഫിഷിന് തലയോട് തലയോടുണ്ട്. മുൻകാലുകളുണ്ടോ ഇല്ല. അപ്പം ലങ് ഫിഷിൻ്റെ പ്രത്യേകത, അതിനെന്തില്ല, മുൻകാലുകളില്ല. രോമങ്ങൾ, ലങ് ഫിഷിന് രോമങ്ങളില്ല. മുലയൂട്ടലുണ്ടോ, അതൊരു സസ്തനിയല്ല, ഇല്ല. ഇനി പല്ലിക്ക് തലയോട് ഉണ്ട്. പല്ലിക്ക് മുൻകാലുകളുണ്ട്. മുൻകാലുകളും പിൻകാലുകളും പല്ലിക്കുണ്ട്. അതുപോലെ രോമങ്ങളുണ്ടോ, ഇല്ല, പല്ലിക്ക് രോമങ്ങളില്ല. ഇനി പല്ലി മുലയൂട്ടാറുണ്ടോ, ഇല്ല, മുട്ടയിടാറാണുള്ളതല്ലേ നമ്മൾ കാണുന്നുണ്ട്. പല്ലി എന്താണ്, മുലയൂട്ടാറില്ല. അപ്പോൾ അത് വേണ്ട. ഇനി അടുത്ത നായയെ നമ്മൾ കൊണ്ടുവരുവാണ്. നായയ്ക്ക് തലയോടുണ്ട്, മുൻകാലുകളുണ്ട്, രോമങ്ങളുണ്ട്, മുലയൂട്ടൽ ഉണ്ട്. മനുഷ്യനെന്തുണ്ട്, തലയോടുണ്ട്, മുൻകാലുകളുണ്ട്, രോമങ്ങളുണ്ട്, മുലയൂട്ടലും ഉണ്ട്. അപ്പോൾ ഇതാണ് ജീവികളും അവയുടെ സവിശേഷതകളും നമ്മൾ പറഞ്ഞത്. ഇനി ഈ പരിഗണിച്ചിരിക്കുന്ന ഈ സവിശേഷതകളെല്ലാം ഉള്ള ജീവികൾ താഴെ തന്നിട്ടുണ്ട്. പട്ടികയിൽ നൽകിയിട്ടുള്ള സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഈ ജീവികളുടെ പരിണാമവൃക്ഷം തയ്യാറാക്കിയിരിക്കുന്നത്
ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഏതൊക്കെയാണ്? ലങ് ഫിഷ്, ഈ കാണിച്ചിരിക്കുന്ന ഇതാണ് ലങ് ഫിഷ്. ഇനി അടുത്ത് പല്ലി, അതുപോലെ നായ, മനുഷ്യൻ. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതിൽ എല്ലാ സ്വഭാവവും ഉണ്ട്, അതായത് പൊതുവായ എല്ലാ സ്വഭാവങ്ങളും ഉള്ളത് ആർക്കാണ്? നായയ്ക്കും അതുപോലെ മനുഷ്യനുമാണ്. അപ്പം നായയ്ക്ക് മനുഷ്യനും രോമങ്ങളുണ്ട്, മുലയൂട്ടലുണ്ട്. ഇനി പല്ലിക്കാണെങ്കിൽ എന്താണ്? മുൻകാലുകളുണ്ട്. ലങ് ഫിഷിന് എന്തുണ്ട്? മുൻകാലുകളുണ്ട്. അപ്പോൾ ഈ തലയോടും ഈ രണ്ട് ജീവികൾക്കുമുണ്ട്. പക്ഷേ ലങ് ഫിഷിന് മുൻകാലുകളില്ല കേട്ടോ. അത് ലങ് ഫിഷിൻ്റെ നമുക്ക് കണ്ടാൽ ഇതൊരു കാല് പോലെ തോന്നുമെങ്കിലും എന്താണ്, അതതിൻ്റെ കാലുകളല്ല. പല്ലിക്ക് മാത്രമാണ് മുൻകാലുകളുള്ളത്. പക്ഷെ തലയോട് രണ്ട് ജീവികൾക്കുമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ പൊതുവായ സവിശേഷതകളെല്ലാം ഉണ്ട് എന്ന് പറയുന്നത് ഏതിന് മാത്രമാണ്? നായയ്ക്കും മനുഷ്യനും മാത്രമാണ് പൊതുവായ സവിശേഷതകളുള്ളത്. ഇനി ഇതിൽ തലയോട് ഉള്ളത് എല്ലാവർക്കുമുണ്ട്. മുൻകാലുകളുള്ളത് ആർക്ക്? ലങ് ഫിഷിനില്ല, ബാക്കി എല്ലാവർക്കും മുൻകാലുകളുണ്ട്. ഇനി രോമങ്ങളാണെങ്കിലോ ലങ് ഫിഷിനും പല്ലിക്കുമില്ല, നായയ്ക്കും മനുഷ്യനുമുണ്ട്. അതുപോലെ മുലയൂട്ടൽ എന്ന് പറയുന്നത് ലങ് ഫിഷിനും പല്ലിക്കുമില്ല, ബാക്കി നായയ്ക്കും മനുഷ്യനുമുണ്ട്. ഇനി ജീവികൾ തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിണാമ വൃക്ഷം തയ്യാറാക്കുന്നത്. പരിണാമ വൃക്ഷത്തെക്കുറിച്ചും ജീവികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അറിയാനായിട്ട് ആ വെബ്സൈറ്റ് ഈ കാണുന്ന www.onezoom.org എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ജീവികളെ വർഗീകരിക്കുന്നതിനുള്ള ഏറ്റവും ആധുനിക സങ്കേതമാണ് DNA ബാർകോഡിങ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ജീവികളെ വർഗീകരിക്കുന്നതിനുള്ള ഏറ്റവും ആധുനിക സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ DNA ബാർകോഡിങ് ആണ്. എന്താണ് ഈ DNA ബാർകോഡിങ് എന്ന് നമുക്ക് നോക്കാം. DNA-യിലെ പ്രത്യേക തന്മാത്രാ ശ്രേണികൾ താരതമ്യപ്പെടുത്തി ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ DNA-യിലെ പ്രത്യേക തന്മാത്രാ ശ്രേണികൾ അല്ലെങ്കിൽ കോഡുകൾ താരതമ്യപ്പെടുത്തി ജീവികളെ നമ്മൾ വർഗീകരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത്. ആധുനിക ജീവശാസ്ത്ര ഗവേഷണങ്ങളിൽ സ്പീഷീസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഏറ്റവും ശാസ്ത്രീയമായ സാങ്കേതിക വിദ്യയാണിത്. അപ്പോൾ ആധുനിക ജീവശാസ്ത്രങ്ങളിൽ നമ്മൾ സ്പീഷീസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശാസ്ത്രീയമായ സാങ്കേതിക വിദ്യ ഏതാണ്? അത് DNA ബാർകോഡിംഗ് ആണ്. പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി തന്മാത്രാതലത്തിൽ സ്പീഷീസുകളെ തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. ലോകമെമ്പാടുമുള്ള ലബോറട്ടറികളും ഗവേഷകരും DNA ബാർകോഡുകൾ തയ്യാറാക്കി ഗവേഷണങ്ങൾക്കായി പങ്കുവയ്ക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. അപ്പോൾ DNA ബാർകോഡിങ്ങിലൂടെയാണ് ആധുനിക ജീവശാസ്ത്ര ഗവേഷണങ്ങളിൽ സ്പീഷീസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഈ DNA ബാർകോഡിംഗ് ആണ്. ജീവികളുടെ സവിശേഷതകൾ, ജീവിബന്ധങ്ങൾ, ജീവപരിണാമം, ജൈവ വൈവിധ്യ സംരക്ഷണം, ജൈവ സാങ്കേതിക വിദ്യ തുടങ്ങിയ സമസ്ത മേഖലകളിലും വർഗീകരണം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇനിയും തിരിച്ചറിയപ്പെട്ടിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ ഭൂമുഖത്തുണ്ട്. ചിലതിനെല്ലാം സ്വന്തമായി പേര് ലഭിക്കുന്നതിന് മുമ്പ് വംശനാശം സംഭവിച്ചുപോയി. മറ്റ് ചിലതാവട്ടെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ ജീവജാലങ്ങളെയെല്ലാം തിരിച്ചറിഞ്ഞ് അവയെ സംരക്ഷിക്കാനുള്ള ബാധ്യത ജീവികളിലെ ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്ന മനുഷ്യവർഗത്തിനാണ്. അതിലൂടെ മാത്രമേ മനുഷ്യനും നിലനിൽക്കാനാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വർഗീകരണം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ചുവടെ നൽകിയിട്ടുള്ള നമ്മൾ വിലയിരുത്താമാണ് നോക്കുന്നത്. ചുവടെ നൽകിയ പട്ടിക വിശകലനം ചെയ്ത് ജീവികളുടെ പരിണാമ വൃക്ഷം ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നട്ടലുള്ള ജീവികൾ, 2 ജോഡി കാലുകളുള്ള ജീവികൾ, പാലുൽപാദക ഗ്രന്ഥികളുള്ള ജീവികൾ, അതുപോലെ പ്ലാസൻ്റയുള്ള ജീവികൾ, ഇങ്ങനെ തരംതിരിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെ സവിശേഷതകളാണ്. സ്രാവിന് നട്ടെല്ല് ഉണ്ട്. അപ്പോൾ സ്രാവ്
സ്രാവിന് എന്തുണ്ട്? നട്ടലുള്ള ജീവിയാണ് സ്രാവ്. അതുപോലെ 2 ജോഡി കാലുകൾ ഇല്ല. സ്രാവ് എന്ന് പറയുമ്പം ഒരു നീന്തുന്ന ജലത്തിലൂടെ നീന്തുന്ന ഒരു ജീവി ആയതുകൊണ്ട് തന്നെ അതിനെന്തില്ല? കാലുകളില്ല, മറിച്ച് ചിറകുകൾ ഉപയോഗിച്ചാണ് അത് എന്ത് ചെയ്യുന്നത്? നീന്തുന്നത്. അപ്പോൾ 2 ജോഡി കാലുകൾ സ്രാവിന് ഇല്ല. ഇനി പാലുൽപാദക ഗ്രന്ഥികളുണ്ടോ? അപ്പോൾ ഈ പാലുൽപാദക ഗ്രന്ഥി സ്രാവിന് ഇല്ല. കാരണം പശുവിനെ പോലുള്ള സസ്തനികൾക്ക് മാത്രമേ എന്തുള്ളൂ? പാലുൽപാദക ഗ്രന്ഥികൾ ഉള്ളൂ. ഇനി പ്ലാസൻ്റ, സ്രാവ് പ്രസവിക്കുന്നതുകൊണ്ട് മുട്ടയിടുന്നതുമുണ്ട്. അപ്പോൾ അതിനെന്തുണ്ട്? പ്ലാസൻ്റ ഉണ്ട്. അപ്പം ഇതാണ് സ്രാവിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത രണ്ടാമത്തത് തവളയാണ്. തവള നട്ടലുള്ള ജീവിയാണെന്ന് പറഞ്ഞു. അവിടെ തന്നെ ഉണ്ട്, നട്ടലുള്ള ജീവിയാണ്. ഇനി 2 ജോഡി കാലുകളുണ്ട്. തവളയ്ക്ക് 2 ജോഡി കാലുകൾ ഉണ്ട്, ശരിയാണ്, ഉണ്ട്. ഇനി പാലുൽപാദക ഗ്രന്ഥികൾ ഇല്ല. തവള ഒരു ഉഭയജീവിയാണ്. അതുകൊണ്ട് തന്നെ അതിനെന്തില്ല? ഒരു പാലുൽപാദക ഗ്രന്ഥിയൊന്നും ആർക്കില്ല? നമ്മുടെ തവളയ്ക്ക് ഇല്ല. ഇനി പ്ലാസൻ്റെയും ആർക്കില്ല? തവള മുട്ടയിടുന്ന ജീവിയാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്ലാസൻ്റെയും ഇല്ല. ഇനി അടുത്ത് നമ്മൾ കങ്കാരുവിലോട്ട് വന്നു കഴിഞ്ഞാൽ കങ്കാരുവിന് നട്ടലുള്ള ജീവിയാണ്. 2 ജോഡി കാലുകൾ ഉണ്ട്. 2 ജോഡി കാലുകൾ ആർക്കുണ്ട്? കങ്കാരുവിനുണ്ട്. പാലുൽപാദക ഗ്രന്ഥികൾ ഉണ്ട്. അതുപോലെ എന്താണ്? കങ്കാരുവിന് പ്രസവിക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് തന്നെ പ്ലാസൻ്റ കങ്കാരുകൾക്ക് ഇല്ല. അപ്പോൾ കാരണം ഇതൊരു മാർസുപ്പിയൽ വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ്. ആരെന്ന് പറയുന്നത്? കങ്കാരു എന്ന് പറയുന്നത്. ഇത് എന്താണ്? കങ്കാരുവിൻ്റെ കുറച്ച് നാൾ മാത്രമാണ് കങ്കാരുക്കൾ എന്ത് ചെയ്യുന്നത്? ഈ ഗർഭപാത്രത്തിൽ കിടക്കുന്നത്. അത് അത് അമ്മയുടെ സഞ്ചിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്ലാസൻ്റ ഇല്ല. ഇനി അടുത്ത് മനുഷ്യനാണ്. മനുഷ്യന് എന്താണ്? നട്ടലുള്ള ജീവിയാണ്. 2 ജോഡി കാലുകളുണ്ട്, പാലുൽപാദക ഗ്രന്ഥികളുണ്ട്, പ്ലാസൻ്റയുണ്ട്. ഇതെല്ലാം ഉള്ള ജീവിയാണ് ആരെന്ന് പറയുന്നത്? മനുഷ്യനെന്ന് പറയുന്നത്. ഇനി വ്യത്യസ്ത ജന്തുക്കളും അവ ഉൾപ്പെടുന്ന ഫൈലങ്ങളെയും തന്നിരിക്കുന്നു. അവയെ മാതൃകയിലേതുപോലെ ജോഡി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ കോർഡേറ്റ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതുപോലെ എന്താണ് ഈ തന്നിരിക്കുന്നത്? ഇവ ഓരോന്നും സ്പോഞ്ചുകൾ, ഒച്ച്, ഹൈഡ്ര, ഉരുണ്ട വിര, നക്ഷത്ര മത്സ്യം, മണ്ണിര, പാറ്റ, പ്ലനേറിയ ഇതൊക്കെ ഏത് വിഭാഗത്തിൽപ്പെടുന്നവയാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതനുസരിച്ച് തരംതിരിച്ചാൽ മതി. ഇനി അപ്പോൾ കിങ്ഡം പ്ലാന്റയിലെ ചില ഡിവിഷനുകളുടെ പ്രത്യേകതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. അവ വിശകലനം ചെയ്ത് ഡിവിഷനുകൾ തിരിച്ചറിഞ്ഞ് പേരെഴുതാനായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സംവഹന കലകളുണ്ട്. പ്രത്യുൽപാദനം സ്പോറുകളിലൂടെ. ഏതാണത്? അപ്പോൾ അത് ടെറിഡോഫൈറ്റാണ്. സംവഹന കലകളുണ്ട്. പ്രത്യുൽപാദനം സ്പോറുകളിലൂടെ നടക്കുന്നത് ടെറിഡോഫൈറ്റ്. ഇനി വിത്തുകളെ പൊതിഞ്ഞ് ഫലങ്ങളില്ല, പക്ഷേ പ്രത്യുൽപാദനം വിത്തുകളിലൂടെ നടക്കുന്നു. അപ്പോൾ അതേതാണ്? അതാണ് ജിംനോസ്പേംസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തേത് സംവഹന കലകളില്ല, പ്രത്യുൽപാദനം ഗാമീറ്റുകളിലൂടെയും സ്പോറുകളിലൂടെയും നടക്കുന്നു. അതേതാണ്? ബ്രയോഫൈറ്റയാണ് അല്ലേ? അപ്പോൾ സംവഹന കലകളില്ല, പക്ഷേ പ്രത്യുൽപാദനം ഗാമീറ്റുകളിലൂടെയും സ്പോറുകളിലൂടെയും നടക്കുന്നത് അവയിലാണ്. ഇനി നമ്മൾ കിങ്ഡത്തിന് മുകളിലായി ഉൾപ്പെടുത്തിയ വർഗീകരണ തലമാണ് സ്പീഷീസ്. അതായത് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. കിങ്ഡത്തിന് മുകളിലായി ഉൾപ്പെടുത്തിയ വർഗീകരണ തലം ഏതാണ്? ഡൊമൈനാണ് അല്ലേ? അത് ഡൊമൈനാണ്. ഡൊമൈൻ കിങ്ഡത്തിന് മുകളിലായിട്ട് ഉള്ള വർഗീകരണ തലമാണ് ഡൊമൈൻ. നട്ടലുള്ള ജീവികളെ ഫൈലം കോർഡേറ്റയിൽ വെർട്ടിബ്രേറ്റ എന്ന സബ് ഫൈലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് ശരിയാണ്. ഇനി കരയിലും ജലത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾ അറിയപ്പെടുന്നത് ഏതാണ്? ക്ലാസ് മമേലിയ. അപ്പോൾ കരയിലും ജലത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾ ഉൾപ്പെടുന്നത് ക്ലാസ് ഏതാണ്? മമേലിയ അല്ല, ആംബിഫീഡിയാണ്. അതിൽ ഉഭയജീവികളാണ് കരയിലും ജലത്തിലും വളരുന്നത്, ഉഭയജീവികൾ. ഇനി ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും വിശകലനം ചെയ്ത് ശരിയായവ കണ്ടെത്തി എഴുതുക. പ്രസ്താവന:
വൈറസുകളെ നിലവിലുള്ള 6 കിങ്ഡം വർഗീകരണത്തിലെ ഒരു വിഭാഗത്തിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ശരിയാണ്. കാരണം വൈറസുകൾ ജീവകോശത്തിന് പുറത്ത് നിർജീവമാണ്. ജീവകോശത്തിന് പുറത്ത് നിർജീവമാണ്. അതും ശരിയാണ്. അപ്പോൾ പ്രസ്താവന എന്താണ്? പ്രസ്താവന രണ്ടും, അതായത് പ്രസ്താവനയും ഇവിടുത്തെ കാരണവും എന്താണ്? ശരി. ആൻസർ ബി ആണ്. പദബന്ധം തിരിച്ചറിഞ്ഞ് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജെല്ലി ഫിഷ് നിഡേറിയ, കൊക്കോ പുഴു ഏതിലാണ് വരുന്നത്? അപ്പോൾ കൊക്കപ്പുഴു നിമറ്റോഡ വിഭാഗത്തിലാണ് വരുന്നത്. അതിൻ്റെ അകത്തായി കൊക്കപ്പുഴ ഏതാണ്? നിമറ്റോഡ വിഭാഗം, നിമറ്റോഡയിലാണ് വരുന്നത് കൊക്കോപ്പുഴു, നിമറ്റോഡ. ഇനി ഞണ്ട് ആർത്രോപോഡയിലാണ്. അപ്പം നീരാളി ഏതിലാണ് വരുന്നത്? മൊളസ്കയിലാണ്, മൊളസ്ക വിഭാഗത്തിലാണ് വരുന്നത്, മൊളസ്ക. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ മാവ്, തെങ്ങ് എന്നിവ ഉൾപ്പെടുന്ന വിഭാഗം ഏത്? മാവ്, തെങ്ങ് ഉൾപ്പെടുന്നത് ഏത് വിഭാഗത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? അപ്പോൾ അത് ആംജിയോസ്പേംസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ വിലയിരുത്താം എന്ന് പറയുന്ന അതിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ബാക്കി തുടർ പ്രവർത്തനങ്ങൾ കുട്ടികൾക്കുള്ളവർക്കാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.